ഹായ് ഓൾ, ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസ് ആൻഡ് ജിനെക്സ് പബ്ലിക്കേഷന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജനീഷ്, ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസിന്റെ ഡയറക്ടറാണ്. ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കേരള സർക്കാർ കേരള പി എസ് സി എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ പ്രായപരിധി 40 വയസ്സ് വരെ നൽകിയിട്ടുണ്ട്. ഇതൊരു സ്വർണ്ണാവസരമാണ്, സന്തോഷ നിമിഷം കൂടിയാണ്. ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസ് ആൻഡ് പബ്ലിക്കേഷന്റെ വരാൻ പോകുന്ന ഓൺലൈൻ ക്ലാസുകൾ, ലെക്ചർ ഇൻ പോളിടെക്നിക്, കമ്പ്യൂട്ടർ സയൻസ്, അസിസ്റ്റന്റ് പ്രൊഫസർ, പ്രോഗ്രാമർ എക്സാം, ജൂണിൽ വരാൻ പോകുന്ന UGC നെറ്റ് എക്സാമിനേഷൻ, മാത്രമല്ല നിലവിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിനേഷന്റെ പുതിയ ഓൺലൈൻ ക്ലാസുകളെ കുറിച്ചുള്ള ഡിസ്കഷനുമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു സന്തോഷ നിമിഷമാണ്. കാരണം കഴിഞ്ഞ ലെക്ചർ ഇൻ പോളിടെക്നിക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷൻ കഴിഞ്ഞ സമയത്ത് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ചെറിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലിസ്റ്റിൽ വരാൻ സാധിച്ചില്ല. പ്രായപരിധി അവർക്ക് അവസാനിക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം കേരള സർക്കാരിന്റെ ഈ ഒരു വാർത്ത പുറത്തു വരികയും 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുമെന്ന് പറയുകയും ചെയ്തപ്പോൾ ഒരുപാട് ഒരു സന്തോഷ നിമിഷമാണ് നമുക്ക് തന്നെ. നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു. കാരണം ഒരു അവസരം കൂടി നമുക്ക് ഇപ്രാവശ്യം എഴുതാൻ സാധിക്കുന്നുണ്ടല്ലോ. സോ ഈ ഒരു അവസരം ഒരു വിദ്യാർത്ഥികളും പാഴാക്കല്ല്. 40 വയസ്സ് വരെ ഉള്ളവർക്ക് ജനറൽ കാറ്റഗറിക്കാർക്കും, OBC-കാർക്ക് 43, SC/ST-കാർക്ക് 45 വയസ്സ് വരെ, അതുപോലെ തന്നെ എല്ലാ റിസർവേഷൻ കാറ്റഗറിക്കാർക്കും ഏജ് റിലാക്സേഷൻ നൽകിയിട്ടുണ്ട് കേരള PSC. ഇതൊരു സ്വർണ്ണ അവസരമാണ് കമ്പ്യൂട്ടർ സയൻസുകാർക്ക്. ഈ ഒരു അവസരം ഇനി ഒരു കാലത്തും പാഴാക്കല്ല. ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസിൽ പഠിക്കുകയും കഴിഞ്ഞ ലെക്ചർ ഇൻ പോളിടെക്നിക്, കമ്പ്യൂട്ടർ സയൻസ്, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷനൊക്കെ ഏറ്റവും ടോപ്പ് റാങ്കർ ലിസ്റ്റിൽ നിങ്ങൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടാൽ മതി. കഴിഞ്ഞ ലെക്ചർ ഇൻ പോളിടെക്നിക് കമ്പ്യൂട്ടർ സയൻസിന് ആദ്യമായി ഓൺലൈൻ ക്ലാസുകൾ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസ് ആണ്. അത് പൂർണ്ണമായി നമ്മൾ ഓൺലൈൻ ക്ലാസുകളാണ് കഴിഞ്ഞ തവണ നമ്മൾ നൽകിയത്. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുകയും ലിസ്റ്റിൽ വരികയും ജോലി കയറുകയും ഇപ്പൊ നിലവിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ലിസ്റ്റിൽ കാണാം. കേരളത്തിൽ വേരിയസ് പോളിടെക്നിക്, ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നമ്മുടെ ജിനെക്സിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് ഇന്ന് അധ്യാപകരായിട്ടുള്ളത്. ഇതൊരു സന്തോഷ നിമിഷമാണ്. അപ്പൊ കഴിഞ്ഞ എക്സാമുകൾ എഴുതുകയും അത് നേടിയെടുക്കാൻ സാധിക്കാത്തവർക്ക് ഈ തവണ പോളി ലെക്ചറർ കമ്പ്യൂട്ടർ സയൻസ്, അസിസ്റ്റന്റ് പ്രൊഫസർ എഞ്ചിനീയറിംഗ് കോളേജ്, മാത്രമല്ല ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടി ഇത്തവണ വിളിക്കാൻ പോവുകയാണ്. പ്രോഗ്രാമർ എക്സാമിനേഷന് ഇപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ട്. വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ ഇനിയും പ്രോഗ്രാമർ എക്സാമിനേഷന് കേരള PSC വിളിക്കാൻ പോവുകയാണ്. ഇനി ഡെമോൺസ്ട്രേറ്ററുള്ള പല എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഇനി വരാൻ പോവുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഓൺലൈൻ ക്ലാസുകൾ മാർച്ച് 1 തൊട്ട് പുതിയ ബാച്ചാണ്, ന്യൂ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പോളി, കമ്പ്യൂട്ടർ സയൻസ്, AP എക്സാം ഒക്കെ എഴുതുന്നവർ ശ്രദ്ധിക്കുക, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം എഴുതുന്നവർ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പഠിക്കാൻ തുടങ്ങണം. കാരണം ചോദ്യങ്ങളുടെ പാറ്റേണുകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പാർട്ട് A, പാർട്ട് B, അതിൽ പാർട്ട് A നമ്മുടെ സബ്ജക്റ്റും പാർട്ട് B മറ്റുള്ള സബ്ജക്റ്റുകളെല്ലാം വരുന്നു. ഇതെല്ലാം കൂടി പഠിച്ചാൽ മാത്രമേ ഇന്നൊരു എക്സാം കരസ്ഥമാക്കാൻ സാധിക്കത്തുള്ളൂ. മാത്രമല്ല കേരള PSC എക്സാം നടത്തപ്പോൾ കേരള PSC ലെവൽ ചോദ്യങ്ങൾ മാത്രമല്ല വരുന്നത്. അവിടെ ഗേറ്റ് എക്സാമിനേഷൻ ലെവൽ ചോദ്യങ്ങൾ, UGC ലെവൽ എക്സാമിനേഷൻ ചോദ്യങ്ങൾ, ISRO സയന്റിസ്റ്റ് എക്സാമിനേഷനിൽ ആ ഒരു ലെവൽ കാറ്റഗറി ചോദ്യങ്ങളാണ് ഇന്ന് PSC ചോദിക്കുന്നത്. എല്ലാം ഒബ്ജക്റ്റീവാണ്. പക്ഷേ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നപ്പോഴാണ് നമ്മളെല്ലാം പകച്ചു പോകുന്നത്. കാരണം ഒരു ചോദ്യത്തിൽ 4 ഓപ്ഷനുകൾ, അതിൽ വ്യക്തമായ ഉത്തരങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ മികച്ച രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അത് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസ് ആൻഡ് പബ്ലിക്കേഷൻ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനത്തിൽ പൂർണ്ണമായി വന്ന് പഠിച്ച് അതിലൂടെ വിജയിക്കുന്ന കുട്ടികളെ മാത്രമേ ഞങ്ങൾ റിസൾട്ടിൽ പബ്ലിഷ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് ഒരു സ്റ്റഡി മെറ്റീരിയൽ വാങ്ങിക്കുന്നുകൊണ്ടോ നമ്മളൊരു പുസ്തകം വാങ്ങിക്കുന്നുകൊണ്ടോ ആ കുട്ടി വിജയിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ റിസൾട്ട് നമ്മൾ ഒരു കാലത്ത് നമ്മൾ പബ്ലിഷ് ചെയ്യില്ല. കാരണം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങളുടെ അധ്യാപകർ കഷ്ടപ്പെട്ട് അവർ പഠിപ്പിച്ച് അതിലൂടെ വിജയിക്കുന്ന കുട്ടികളെ മാത്രമാണ് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി, അത് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് വഴിയാണെങ്കിലും ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കുകയും അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും അവരുടെ ഫോട്ടോ വെച്ചുള്ള പോസ്റ്റേഴ്സ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. മാത്രമല്ല നിലവിൽ കേരളത്തിൽ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലും ഗസ്റ്റ് ആയിട്ട് മറ്റുള്ള കോളേജുകളിലും പോളിയിലൊക്കെ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകർ നിങ്ങൾക്ക് തന്നെ തിരക്കാം. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പെർമനന്റായി ഈ ഇടയ്ക്ക് ജോയിൻ ചെയ്ത അധ്യാപകരൊക്കെ എവിടെയാണ് പഠിച്ചതെന്ന് നിങ്ങൾ തിരഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ പറയും ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസ് കൊല്ലം ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചതാണ്. എന്റെ പേരും വ്യക്തമായി തന്നെ പറയും. ഒരു പഠിക്കുന്ന അധ്യാപകനായതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്,
നമ്മൾ എത്ര എഫേർട്ട് എടുത്താലാണ് ഒരു കുട്ടി വിജയിക്കുന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. കാരണം ആദ്യം തൊട്ട് അവസാനം വരെ ആ സിലബസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിപ്പിക്കുകയും അതിന്റെ സ്റ്റഡി മെറ്റീരിയലുകൾ പ്രിന്റ് ഔട്ട് എടുത്ത് അതിന്റെ ഹാർഡ് കോപ്പിയാണ് നമ്മൾ വിദ്യാർത്ഥികൾക്ക് നമ്മൾ അയക്കുന്നത്. കഴിഞ്ഞ ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസ് പോളി ലെക്ചർ AP ക്ലാസുകൾ, കമ്പ്യൂട്ടർ സയൻസിന്റെ ക്ലാസുകൾ നമ്മൾ തുടങ്ങുകയും കേരളത്തിൽ നിന്നും കേരളത്തിന്റെ പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുമൊക്കെ വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ മിഡിൽ ഈസ്റ്റിലെ വിദ്യാർത്ഥികൾക്ക് വരെ നമ്മൾ ഹാർഡ് കോപ്പി മെറ്റീരിയൽസ് അവരുടെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോ ഇത്തവണ ഓർക്കുക, കമ്പ്യൂട്ടർ സയൻസുകാര്, BTech MTech ഓർത്ത് വെച്ചോളുക. പോളിയുടെ നോട്ടിഫിക്കേഷൻ മക്കളെ, ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടല്ല പഠിക്കേണ്ടത്, നമ്മൾ നേരത്തെ പഠിക്കണം. കാരണം ഒരുപാട് കാര്യങ്ങൾ സിലബസിൽ നൽകിയിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഒബ്ജക്റ്റീവായി എല്ലാ കാര്യങ്ങളും പഠിച്ചാലാണ് ഒരു എക്സാം പാസ് ആവുന്നത്. അപ്പൊ കഴിഞ്ഞ എക്സാം മിസ്സായവർക്ക്, എഴുതി മാർക്ക് അല്പം കുറഞ്ഞവർക്ക് ഈ ഒരു അവസരമാണ്. കാരണം പ്രായപരിധി 40 ആക്കിയിരിക്കുന്നു. OBC-കാർക്ക് 43, SC/ST-കാർക്ക് 45. മക്കളെ, ഇതൊരു സ്വർണ്ണം അവസരമാണ്. ഈ അവസരം നിങ്ങൾ ആരും പാഴാക്കല്ലേ. ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസ് ആൻഡ് പബ്ലിക്കേഷൻ മാർച്ച് 1 തൊട്ട് നമ്മൾ പുതിയ ബാച്ചാണ്, ഓൺലൈൻ ബാച്ച്, ലൈവ് വിത്ത് റെക്കോർഡഡ് ക്ലാസ്, ഫുൾ ഹാർഡ് കോപ്പി മെറ്റീരിയൽസ്, സിലബസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിപ്പിച്ചിരിക്കും. അതിന്റെ ടെസ്റ്റ് ഉൾപ്പെടെ എല്ലാ അസസ്മെന്റ് ഉൾപ്പെടെ നിങ്ങളെ വിജയിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ വിജയിക്കും. അതിൽ 100%, 101% ഗ്യാരണ്ടി നമ്മുടെ അധ്യാപകരും ഞങ്ങളും ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസിനും ഉറപ്പ് നൽകുന്നു. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിജയം ഉറപ്പിക്കാം. അപ്പോൾ ഓർത്തു വെക്കുക, നമ്മൾ മാർച്ച് 1 വീക്ക് ലെക്ചർ ഇൻ പോളിടെക്നിക് കമ്പ്യൂട്ടർ സയൻസ്, അസിസ്റ്റന്റ് പ്രൊഫസർ, ബോത്ത് എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് UGC-യിലാണ്. മാത്രമല്ല UGC-യിലെ നെറ്റ് എക്സാമിനേഷൻ, കമ്പ്യൂട്ടർ സയൻസ് വരാൻ പോകുന്ന ജൂണിലെ എക്സാമിനേഷനും ചേർത്ത് നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രോഗ്രാമർ ബാച്ചുകൾ നിലവിലുണ്ട്. മാത്രമല്ല ഇത്തവണ നമ്മൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ ബാച്ച് കൂടി നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ദയവേദി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ താഴെ നമ്മുടെ ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസിന്റെ കോൺടാക്ട് നമ്പർ, വാട്സ്ആപ്പ് നമ്പർ കൂടി നൽകിയിട്ടുണ്ട്. അതുപോലെ മാത്രമല്ല ഈ പ്രാവശ്യം സ്വർണ്ണവസരം മിഡിൽ ഈസ്റ്റ്, ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്കും ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. ലൈവിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് അതിന്റെ അന്നത്തെ റെക്കോർഡഡ് ക്ലാസ് എന്ന് വെച്ചാൽ ലൈവിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അല്ലാതെ ഒരു പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഒരിക്കലും നമ്മൾ നൽകില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോകൾ എടുത്ത് നിങ്ങൾക്ക് ഒരു കാലത്തും നമ്മൾ നൽകില്ല. അതാത് ക്ലാസിന്റെ അതാത് ബാച്ചുകളുടെ റെക്കോർഡഡ് വീഡിയോസ് മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്ത് നൽകത്തുള്ളൂ. സോ അതിൽ ലൈവിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. കാരണം സമയം പരിധി, സമയം ഒരു ഈക്വൽ ടൈം അല്ല ഗൾഫിലുള്ളവർക്കാണെങ്കിലും യൂറോപ്പിലുള്ള മറ്റുള്ള രാജ്യങ്ങളിലുള്ളവരാണെങ്കിലും. അപ്പോ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ലൈവിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ റെക്കോർഡഡ് ക്ലാസ്സുകൾ നോക്കി നോട്ടുകൾ മേക്ക് ചെയ്യുക. നിങ്ങൾ ക്ലാസ്സുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുക. എല്ലാ വിദ്യാർത്ഥികളും, മക്കളെ, നമ്മൾ പഠിച്ചിരിക്കുന്നത് MCA-കാരാണെങ്കിൽ MTech-കാരാണെങ്കിൽ BTech-കാരാണെങ്കിൽ ഒക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് യോജിച്ചായ ഒരു ടെക്നിക്കൽ ജോബ്, അത് കേരള സർക്കാർ, കേരള PSC-യിൽ തന്നെ നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കല്ല്. ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. അവർക്ക് ഹാർഡ് കോപ്പി മെറ്റീരിയൽ അതാത് രാജ്യങ്ങളിലുള്ളവർക്ക് തന്നെ നമ്മൾ അയച്ചു നൽകുന്നതായിരിക്കും. മാത്രമല്ല UK-യിലുള്ളവർക്കും എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറുകൾ ഞാൻ വ്യക്തമായി ഇതിൽ തന്നെ നൽകിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫുകൾ ഇപ്പോൾ യൂറോപ്പിലും അവൈലബിൾ ആണ്. ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്കും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഈ ചാനൽ ഫോളോ ചെയ്യാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, കമ്പ്യൂട്ടർ സയൻസുകാർ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൽ ഇനി വരാൻ പോകുന്നതെല്ലാം കമ്പ്യൂട്ടർ സയൻസ് എക്സാമിനേഷന്റെ അപ്കമിങ് ഇനി വരാൻ പോകുന്ന എക്സാമിനേഷനും അതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട എന്നുള്ളതിന്റെ വ്യക്തമായ വീഡിയോസുകൾ അടുത്തടുത്ത് വരുന്നുണ്ട്. നിങ്ങളത് നോക്കുക. മാത്രമല്ല നിങ്ങളുടെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് കരസ്ഥമാക്കുക. കോൺടാക്ട് നമ്പർ വ്യക്തമായി നിങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വാട്സാപ്പിലൂടെയും നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പറിലൂടെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ, അപ്കമിംഗ് എക്സാമിനേഷൻ എന്ത് ഇൻഫർമേഷൻ അറിയണമെങ്കിലും ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസ് ആൻഡ് പബ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. സോ വിദ്യാർത്ഥികളെ, ഇത് സ്വർണ്ണം അവസരമാണ്. ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസ് ആൻഡ് പബ്ലിക്കേഷൻ ഞങ്ങൾ എക്കാലവും മികച്ച ക്ലാസുകൾ മാത്രമേ നൽകത്തുള്ളൂ. മികച്ച അധ്യാപകർ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയ അധ്യാപകരാണ് നമ്മുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നത്. 2013 ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസ് ആൻഡ് പബ്ലിക്കേഷൻ നമ്മൾ ആദ്യമായി ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയും കേരളത്തിലെ ആദ്യത്തെ IT സൈബർ ലോ ബുക്കുകൾ, ആദ്യമായി കമ്പ്യൂട്ടർ സയൻസിന്റെ ടെക്നിക്കൽ എക്സാമിനേഷന് വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ബുക്കുകൾ ആദ്യമായി നമ്മൾ പബ്ലിഷ് ചെയ്തു. 2017 HSST തൊട്ട് തന്നെ നമ്മൾ നിലവിൽ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിൽ ഹാർഡ് കോപ്പി മെറ്റീരിയലുകൾ 2017 കാലം തൊട്ടേ നമ്മൾ നൽകുകയാണ്.
നമ്മൾ ഒരു ഹാർഡ് കോപ്പി മെറ്റീരിയൽ എന്ന് പറയുന്നപ്പോൾ അത് നിങ്ങളുടെ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള ഹാർഡ് കോപ്പി മെറ്റീരിയൽ, അതിന്റെ ഡിസ്ക്രിപ്റ്റീവ് പോയിന്റുകൾ, ഷോർട്ട് കട്ട് പോയിന്റ്സുകൾ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനുകൾ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരള PSC ഗേറ്റ്, നെറ്റ് ലെവൽ പല എക്സാമിനേഷൻ എന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രിന്റ് ഔട്ട് ആയി നൽകുന്നത്. കാരണം പൂർണ്ണമായി ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. മാത്രമല്ല നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ കേരളത്തിലെ വേരിയസ് സെൽഫ് ഫിനാൻസിംഗ് എഞ്ചിനീയറിംഗ് കോളേജ്, പോളിയിലെ ഗസ്റ്റ് അധ്യാപകർ, ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഗസ്റ്റ് അധ്യാപകർ, IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ ഈവനിംഗ് വരുന്നപ്പോഴാണ് നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇത് സോഫ്റ്റ് കോപ്പി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ വ്യക്തമായി ഇതിന്റെ ഹാർഡ് കോപ്പീസ് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു നൽകുന്നത്. ഈ ഹാർഡ് കോപ്പി നിങ്ങൾക്ക് കിട്ടുന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോളേജുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തോ പോയി നിങ്ങൾ വർക്ക് ചെയ്യുന്നപ്പോൾ അല്പം ഫ്രീ കിട്ടുന്നപ്പോൾ നിങ്ങൾക്ക് ഈ ഹാർഡ് കോപ്പീസ് എടുത്ത് പഠിക്കാൻ സാധിക്കും. വീട്ടിൽ ഇരിക്കുന്നപ്പോൾ നിങ്ങൾ ഈ ഹാർഡ് കോപ്പികളാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഹാർഡ് കോപ്പി പ്രിന്റ് നമ്മൾ നിങ്ങൾക്ക് നൽകുന്ന കാരണം നിങ്ങൾ വിജയിക്കണം, നിങ്ങൾ വിജയിച്ചേ പറ്റൂ. നിങ്ങൾ വിജയിച്ച ഒരു റാങ്ക് വരുന്നപ്പോഴാണ് നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ അധ്യാപകർക്കും അത് സന്തോഷമായി മാറുന്നത്. അതുകൊണ്ട് ഓർത്തു വെക്കുക വിദ്യാർത്ഥികളെ, ഈ തുറന്ന അവസരം പാഴാക്കല്ല്. മക്കളെ, കഴിഞ്ഞ പോളിയും AP-യും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ ഒന്ന് അലാട്ടാവുക. ഇപ്രാവശ്യം നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ എപ്പോ വരും സാർ എന്ന് പല വിദ്യാർത്ഥികളും എന്നോട് മെസ്സേജ് അയച്ചും കോൾ വിളിച്ചും ചോദിക്കാറുണ്ട്. മക്കളെ, നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ഉണ്ട് എന്ന് വെച്ച് നോട്ടിഫിക്കേഷൻ വന്ന ശേഷമല്ല പഠിക്കേണ്ടത്, അതിനു മുമ്പേ പഠിക്കുക. അതിനു മുമ്പേ പഠിച്ചാൽ നമുക്ക് ഒരു മാർക്ക് കൂടുതലായിട്ട് നേടിയെടുത്ത് അടുത്ത പരീക്ഷകൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. സോ ലെക്ചർ ഇൻ പോളിടെക്നിക് കമ്പ്യൂട്ടർ സയൻസ്, അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ്, പ്രോഗ്രാമർ, മറ്റുള്ള കേരള PSC നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ ടെക്നിക്കൽ എക്സാംസ് എഴുതുന്നവരെല്ലാവരും ദയവേത് എത്രയും പെട്ടെന്ന് ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസ് ആൻഡ് പബ്ലിക്കേഷന്റെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിലേക്കോ നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്കോ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും നൽകുന്നതാണ്. സോ വിദ്യാർത്ഥികളെ, ഇതൊരു സന്തോഷ നിമിഷം. 40 വയസ്സ് വരെ നമ്മുടെ കേരള സർക്കാർ, കേരള PSC പ്രായപരിധി കൂട്ടി തന്നത് ഒരുപാട് സന്തോഷ നിമിഷമാണ് ഇത്. ഈ ഒരു അവസരം നിങ്ങൾ ഒരു കാലത്തും പാഴാക്കല്. അത് ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് നമ്മളുടെ നല്ലൊരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് പരീക്ഷ എഴുതി കമ്പ്യൂട്ടർ സയൻസിന്റെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകരായി മാറുക, പ്രോഗ്രാമറായി മാറുക, ഇൻസ്ട്രക്ടേഴ്സായി മാറുക. നിങ്ങൾ ഈ ഒരു അവസരം ഒരു കാലത്തും പാസ്സാവാതെ ഒരു കാലത്തും നിങ്ങൾ ഇത് മിസ് ചെയ്യാൻ പാടില്ല. സോ എന്നും ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസ് ആൻഡ് പബ്ലിക്കേഷൻ എന്നും വിദ്യാർത്ഥികളുടെ കൂടെ തന്നെയാണ്. നിങ്ങൾ എന്നും നമ്മുടെ കൂടെ തന്നെ വരിക. നിങ്ങൾക്ക് മികച്ച റിസൾട്ട് തന്നെ നേടിയെടുക്കാൻ സാധിക്കും. സോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ കരസ്ഥമാക്കുക. മാത്രമല്ല, പല കുട്ടികളുടെയും സംശയമാണ്, സർ ഫീസ് എത്രയാണ്, ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റിയാണ്. ഞാൻ ഇന്നും എന്റെ വിദ്യാർത്ഥികളോട് പറയും, നമ്മുടെ ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസിൽ ഓൺലൈൻ ക്ലാസ്സുകൾ പഠിച്ച വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം. ഞാൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് എന്നുവെച്ചാൽ നിങ്ങൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ നിങ്ങൾക്ക് സൗജന്യമായ ക്ലാസ്സുകൾ നൽകും. ആ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവണം, പഠിപ്പിക്കുന്നത് മനസ്സിലാകണം. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ക്ലാസ്സുകൾ മനസ്സിലാവുന്നതുകൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റേജ് ഞാൻ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് പോകത്തുള്ളൂ. അത് ഒരു ഇനിഷ്യൽ പേയ്മെന്റ് വാങ്ങിച്ച് നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ ഒരു കാലത്ത് ഞാൻ നൽകത്തില്ല. നിങ്ങൾക്ക് ആദ്യം സൗജന്യ ക്ലാസ്സുകൾ നൽകുന്നത് തന്നെയായിരിക്കും. കാരണം നിങ്ങൾ വരികയും നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും അവയിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുകയും നിങ്ങൾ പൂർണ്ണ തൃപ്തരായാൽ മാത്രം മതി നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി. അഡ്മിഷൻ പ്രൊസീജിയറുകളൊക്കെ നിങ്ങൾ ക്ലാസ്സുകളിലൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. മാത്രമല്ല, ഫീസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതി. കാരണം എല്ലാവരും ബുദ്ധിമുട്ടുകളാണ്, നിങ്ങൾ എല്ലാവരും വിദ്യാർത്ഥികളാണ്. നിങ്ങൾ നിലവിൽ തന്നെ പല കോളേജുകളിലും പല IT ഇൻഡസ്ട്രിയിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിന് വേണ്ടിയാണ്. പിന്നെ സർക്കാർ ജോലി നമുക്ക് നേടിയെടുക്കണം. MTech-കാർ, B.Tech-കാർ, MCA-കാർ, MSc കമ്പ്യൂട്ടർ സയൻസുകാർ, നമ്മളെല്ലാവരും ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ ഏറ്റവും കൂടുതൽ PhD-കാർ കൂടി നിലവിൽ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ ഓർക്കുക, അപ്പോ നിങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ അടയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത് ഓർത്തു വെക്കുക. അപ്പോ നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളോട് കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പിലൂടെയോ കോളിലൂടെയോ കോൺടാക്ട് ചെയ്യുക. എല്ലാ ഇൻഫർമേഷനും നമ്മുടെ ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസിന്റെ സ്റ്റാഫുകൾ, അധ്യാപകർ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നൽകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളെ, വരുന്ന അടുത്തടുത്ത വീഡിയോകൾ ഫോളോ ചെയ്യുക. അടുത്തടുത്ത വീഡിയോകളിൽ നമ്മൾ വരാൻ പോകുന്ന പരീക്ഷകളുടെ സിലബസ്, പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ വീഡിയോസ് വരുന്നുണ്ട്. നമ്മളെ തന്നെ ഫോളോ ചെയ്ത് വിദ്യാർത്ഥികൾ മികച്ച രീതിയിൽ മാർക്ക് വാങ്ങിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരായി മാറുക. അങ്ങനെ ജിനെക്സ് ടെക്നിക്കൽ എക്സാം ക്യാമ്പസിന്റെ ഓരോ അധ്യാപകരുടെ ഭാഗത്തുനിന്നും എന്റെ ഭാഗത്തുനിന്നും ഒരുപാട് നന്ദി അറിയിക്കുന്നു. റിയലി താങ്ക് യു.